വീശിയേ കേറ്റിയേ സമരം ചെമ്പായി മാറിയേ, വീശിയേ കേറ്റിയേ, പോറ്റിയെ കേറ്റി, അതുപോലെ വീശിയെ കേറ്റി. ആരാ? പിണറായി വിജയൻ. ഗവർണറുമായിട്ടൊക്കെ ഉള്ള സമരമൊക്കെ വെറും. ഇനി ഭാരതാംബയൊന്നും വെച്ചുകൊണ്ട് അവിടെ ചെന്ന് മിണ്ടിയാലുണ്ടല്ലോ, ഗവർണർ പലരും പറയും ഈ ശബരിമല ഗാനത്തെ പോലെ തന്നെ വീശിയെ കേറ്റിയെ. മനസ്സിലായില്ലേ? വീശിയെ കേറ്റിയെ. എന്തിനാ കേറ്റിയെ? കേറ്റി എന്തിനാ? VC-യുടെ അടുത്ത് തുടക്കാൻ പോയ വിവരം അറിയും. VC അവിടെ വെച്ചിരിക്കുന്ന നരേന്ദ്രമോദിയാണ്. PM ശ്രീയിൽ ഒപ്പിടത്തിൽ എന്ന് പറഞ്ഞല്ലോ. PM ശ്രീ എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി എഴുതുന്നതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അതിനകത്ത് ഒപ്പിടത്തില്ലെന്ന് വീരവാദം മുഴക്കിയിട്ട് ഒരാൾ പാലമായി പ്രവർത്തിച്ചല്ലോ, മൂന്നാന്റെ പണി ചെയ്തല്ലോ, ദല്ലാളിന്റെ പണി ചെയ്തല്ലോ, പവർ ബ്രോക്കറുടെ പണി ചെയ്തല്ലോ. എന്നിട്ട് അദ്ദേഹത്തെ വാഴ്ത്തി. എന്താ കാര്യം? ഇതെല്ലാം അയാൾ ചെയ്തത് ഒരാൾക്ക് വേണ്ടിയാണ്. ആ ആള് PM ശ്രീയിൽ ഒപ്പിട്ടതുപോലെയാണ് ഇപ്പോ VC-യെ കയറ്റി. VC-യെ കയറ്റിയില്ലെങ്കിൽ വിവരം അറിയും. ഞാൻ ചോദിക്കട്ടെ, ഇത് പാർട്ടി അറിഞ്ഞോ? മുന്നണി അറിഞ്ഞോ? ക്യാബിനറ്റ് അറിഞ്ഞോ? രണ്ടുപേരും തമ്മിൽ ഒത്തീർപ്പാക്കി. കാര്യം ഇവര് ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ആണ്. ഒരേ തൂവൽ പക്ഷികൾ. ഒരുമിച്ചേ പറക്കൂ. RSS-ഉം BJP-യും മാർക്സിസ്റ്റ് പാർട്ടിയും. അപ്പൊ അതുകൊണ്ട് പിണറായി വിജയന് RSS-ന് ഭയമാണ്, നരേന്ദ്രമോദിയെ ഭയമാണ്. അതുകൊണ്ട് വിളക്കാക്കി തനിക്കാക്കുക എന്ന ജോലിയാണ് ഇപ്പൊ ഗവർണർ ചെയ്യുന്നത്. സ്തുത്യർഹമായ പണി അദ്ദേഹം ചെയ്യുന്നു.